നമസ്കാരം. പ്രളയത്തിൽ മുങ്ങി ഉത്തരകാശി, 5 മരണം, 60ഓളം പേരെ കാണാതായി. സംസ്ഥാനത്തും മഴ കനക്കുന്നു. 2 വടക്കൻ ജില്ലകളിൽ അതിശക്ത മഴ, വീടുകളിൽ വെള്ളം കയറി. 3 ജില്ലകളിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സമഗ്രമായ വാർത്തകളുമായി ടോപ് 10ലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്ത. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനങ്ങൾ. ഉത്തരകാശിയിലെ പ്രളയത്തിൽ 60ഓളം പേരെ കാണാതായി. 4 മരണം. ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒഴുകിപ്പോയി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്രം. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലർട്ട്. കൊച്ചിയിലും തൃശൂരിലും കോഴിക്കോടും ദേശീയപാതയിലും വെള്ളക്കെട്ട്. കളമശ്ശേരിയിൽ വീടുകളിൽ വെള്ളം കയറി. എറണാകുളത്ത് ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത കാർ വെള്ളക്കെട്ടിൽ വീണു. കാസർഗോഡ്, തൃശൂർ, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. സംസ്ഥാനത്തെ ബലക്ഷയമുള്ള സ്കൂൾ, ആശുപത്രി കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി. ക്ലാസുകളിൽ ബാക്ക് ബെഞ്ച് ഒഴിവാക്കി യു ഷേപ്പ് മാതൃകയിൽ ക്രമീകരിക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പത്തനംതിട്ട ആറന്മുള സർക്കാർ VHSS സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അധിക താരിഫുകൾ ചുമത്തുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പ്. യുഎസിന്റെ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ. വ്യാപാര പങ്കാളികളെ തെരഞ്ഞെടുക്കാൻ രാജ്യങ്ങളോട് നിർബന്ധിക്കാനാകില്ലെന്ന് റഷ്യ. ആലപ്പുഴയിലെ പരമ്പരാഗത തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി. മാന്നാർ പൈതൃക ഗ്രാമം പദ്ധതി പാതി വഴിയിൽ. ഓട്ടുപാത്ര നിർമ്മാണ മേഖലയും തകർച്ചയുടെ വക്കിൽ. ഭരണകൂടങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പരാതി. ടോപ് 10 സ്പെഷ്യൽ. കൂത്താട്ടുകുളം നഗരസഭയിൽ LDFന് ഭരണനഷ്ടം. CPM വിമതയായ കലാരാജുവിന്റെ പിന്തുണയോടെ UDFന്റെ അവിശ്വാസം പാസായി. വിശ്വസിച്ച പ്രസ്ഥാനം വഞ്ചിച്ചുവെന്ന് കലാരാജു. ചങ്ങനാശ്ശേരി നഗരസഭയിൽ കൂറുമാറിയ 2 കൗൺസിലർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC നേതൃത്വം ഡൽഹിയിൽ. എംപിമാരുമായി നാളെയും ചർച്ച തുടരും. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയെ കാണും. നാളെ പട്ടിക കൈമാറുമെന്ന് സണ്ണി ജോസഫ്. 9 DCCകളിൽ മാറ്റം വരും. ട്രഷറർ സ്ഥാനത്തേക്ക് ജ്യോതികുമാർ ചാമക്കാല വന്നേക്കും. KCL 2ാം സീസണിന്റെ ഒരുക്കങ്ങൾ. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അവസാന ഘട്ടത്തിൽ. റൺസ് ഒഴുകുന്ന പിച്ചായിരിക്കുമെന്ന് KCA. മത്സരം ഈ മാസം 21 മുതൽ സെപ്റ്റംബർ 6 വരെ. ഓരോ ദിവസവും 2 മത്സരങ്ങൾ വീതം. പോലീസ് നോക്കി നിൽക്കെ TP കേസ് പ്രതി കൊടിസുനിയും സംഘവും മദ്യപിച്ച സംഭവത്തിൽ നടപടിയെടുക്കുമെന്ന് DGP. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. കേസെടുക്കാതിരുന്നത് പരാതി ഇല്ലാത്തതിനാലെന്ന് തലശ്ശേരി പോലീസ്. വാർത്തകൾ വിശദമായി നോക്കാം. ഉത്തരാഖണ്ഡിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും വൻ നാശനഷ്ടം. നിരവധി പേരെ കാണാതായി. 4 പേർ മരിച്ചതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഉത്തരാഖണ്ഡിലെ ശക്തമായ മഴയിൽ ഖീർഗംഗ മേഖലയിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. ഇതാണ് മിന്നൽ പ്രളയത്തിനും മണ്ണിടിച്ചിലിനും കാരണമായത്. മലമുകളിൽ നിന്ന് കുത്തിയൊഴുകി വന്ന പ്രളയജലം വീടുകൾക്ക് മുകളിലൂടെ കുതിച്ചൊഴുകുകയായിരുന്നു. ഉത്തരകാശിയിലെ ധരാളിയിൽ വ്യാപക നാശനഷ്ടമാണുണ്ടായത്. നിരവധി വീടുകളും സ്ഥാപനങ്ങളും ഒലിച്ചുപോയി. ഒരു പ്രദേശം ഒന്നാകെ തുടച്ചു നീക്കുന്ന ഭീതിജനകമായ ദൃശ്യങ്ങൾ. അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. വിനോദസഞ്ചാരികൾ ധാരാളം എത്തുന്നതിനാൽ ഹോം സ്റ്റേകളും മറ്റുമുള്ള സ്ഥലമാണിത്. പ്രദേശത്തെ സാഹചര്യം അതീവ ഗുരുതരമാണ്. കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സംഘം സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുന്നു. സൈന്യവും എത്തിയിട്ടുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഉത്തരകാശിയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. ഉത്തരകാശി ജില്ലാ ഭരണകൂടം ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 0137 422 126 അല്ലെങ്കിൽ 9456 556431 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.
രക്ഷാപ്രവർത്തനത്തിന് എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയതായി JP നദ്ദ വ്യക്തമാക്കി. വ്യോമമാർഗം രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് 2 സംഘങ്ങൾ സജ്ജമാണ്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. കേരളത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നാളെ 2 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. അതിശക്തമായ മഴ കണക്കിലെടുത്ത് കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീവ്രമഴയ്ക്കുള്ള സാധ്യതയാണ് ഈ ജില്ലകളിൽ പ്രവചിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുള്ളതിനാൽ നാളെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, തൃശൂർ എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴ കണക്കിലെടുത്ത് നാളെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വടക്കൻ കേരളത്തിലും മഴ കനക്കുന്നു. ഇന്ന് ശക്തമായ മഴയിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലയിലെ പുഴകൾ കരകവിഞ്ഞു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ഇന്ന് രാവിലെ മുതൽ തന്നെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിലെ മലയോര മേഖലകളിൽ ഇടവിട്ട് കനത്ത മഴ തുടരുകയാണ്. ഇതേ തുടർന്ന് വിലങ്ങാട്, ഉരുട്ടിയിൽ പുഴ കരകവിഞ്ഞൊഴുകി. നരിപ്പറ്റ, കമ്മായി എന്നിവിടങ്ങളിൽ മലവെള്ളപ്പാച്ചിലുമുണ്ടായി. റെഡ് അലർട്ട് നിലനിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ ഒലിപ്പുഴയും കരകവിഞ്ഞൊഴുകിയതോടെ പരിസര പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കരുവാരക്കുണ്ടിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. അതേസമയം നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടും മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാകില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്ത് ബലക്ഷയമുള്ള സ്കൂൾ, ആശുപത്രി ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ ഒരുങ്ങി സർക്കാർ. പൂർണ്ണമായും പൊളിച്ചു മാറ്റേണ്ടതും അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുമായ കെട്ടിടങ്ങളുടെ കണക്കുകൾ 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. അൺഎയ്ഡഡ് സ്കൂളുകളിലും പരിശോധന നടത്തും. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് ഒരാൾ മരിക്കാനിടയായതും കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതും സർക്കാർ സംവിധാനങ്ങൾ എത്രത്തോളം പരാജയമെന്നതിന് തെളിവാണ്. നിരന്തരം പ്രതിക്കൂട്ടിലാകുന്ന വേളയിലാണ് സംസ്ഥാനത്തെ ദുർബലമായ കെട്ടിടങ്ങളുടെ കണക്കെടുക്കാൻ സർക്കാർ തയ്യാറാകുന്നത്. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്നാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരിക്കുന്നത്. ദുരന്ത നിവാരണ വകുപ്പാണ് കണക്കുകൾ കൃത്യമായി കാണിക്കേണ്ടത്. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി വേണ്ടവ എന്നിവ വേർതിരിച്ചു നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കേണ്ടത്. പൊളിച്ചു മാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നതുവരെ ക്ലാസുകൾ നടത്താൻ പകരം സംവിധാനം കണ്ടെത്തണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പുമാണ് പകരം സംവിധാനം കണ്ടെത്തേണ്ടത്. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷാ പരിശോധനയും ഇതോടൊപ്പം നടത്തണമെന്ന് മുഖ്യമന്ത്രി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള പൊതുകെട്ടിടങ്ങളുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്താനായി സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. കെട്ടിടങ്ങളുടെ ഇലക്ട്രിക് സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും കൃത്യമായി പരിശോധിക്കും. ചീഫ് ഇലക്ട്രിക്കൽ ഓഫീസർ, തദ്ദേശ സ്വയംഭരണം, പൊതുമരാമത്ത് വകുപ്പ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ ചേർന്ന പരിശോധനാ സംവിധാനം ഇതിനായി ഏർപ്പെടുത്തും. കെട്ടിടങ്ങളുടെ ബലക്ഷയം സംബന്ധിച്ച് പരിശോധന നടത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിദ്യാഭ്യാസ മേഖലയിലെ പഴഞ്ചൻ രീതികൾ മാറ്റാനൊരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. ബാക്ക് ബെഞ്ച് സംവിധാനം മാറ്റുന്ന കാര്യം സജീവ പരിഗണനയിലാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പിൻബെഞ്ച് സംവിധാനം വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും ബാധിക്കാതിരിക്കാനാണ് മാറ്റം കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. പിൻബെഞ്ച് ആശയം ഇല്ലാതാക്കാൻ പല രാജ്യങ്ങളും പല മാതൃകകളും സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ക്ലാസുകൾ യു-ഷേപ്പിലാക്കുന്നതിനെക്കുറിച്ചും ആലോചന നടക്കുന്നുണ്ട്. ബാക്ക് ബെഞ്ചേഴ്സ് നമ്മൾ സ്ഥിരം പറയും, ആ കുട്ടികളെ പറയും, നീ ഇരിക്കേണ്ടവരാണ്. അങ്ങനെ പിറകെയിരിക്കാൻ വേണ്ടി 10-20 കുട്ടികളുണ്ടാവും. ഈ സാറിൻ്റെ ഒരു ശ്രദ്ധയും ആ കുട്ടികളുടെ പോയില്ല.
ആ കുട്ടികൾ സിസ്റ്റം പോലെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക, പിറകെ ഇറങ്ങി ഓടിപ്പോവുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ ഭരണപരിചയക്കുറവ് ഓഫീസ് പ്രവർത്തനത്തെ ബാധിക്കുന്നതായും കാര്യമായി പരിശീലനം നൽകേണ്ട അവസ്ഥയിലാണെന്നും മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ മൊബൈൽ ഫോൺ നിരോധനത്തിൽ പൊതുചർച്ച വേണം. വിദ്യാലയങ്ങളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടികൾ എടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറത്ത് നടന്ന മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അമൃത ന്യൂസ്, മലപ്പുറം. സർക്കാർ ഫിറ്റ്നസ് റദ്ദാക്കിയതോടെ പെരുവഴിയിലായി പത്തനംതിട്ട ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ. പകരം സംവിധാനം ഒരുക്കാതെയാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി ഇന്നലെ വൈകിട്ട് സ്കൂളിന് നോട്ടീസ് നൽകിയത്. ഇതോടെ രാവിലെ സ്കൂളിലേക്ക് എത്തിയ 300ഓളം വിദ്യാർത്ഥികൾ മഴ നനഞ്ഞ് പുറത്തു നിൽക്കേണ്ടി വന്നു. ഇന്നലെ വൈകിട്ടാണ് പത്തനംതിട്ട മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് ആറന്മുള ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഫിറ്റ്നസ് റദ്ദാക്കി നോട്ടീസ് നൽകിയത്. എന്നാൽ ഇന്ന് രാവിലെ പതിവ് പോലെ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തിയതോടെ വിദ്യാർത്ഥികളെ എവിടെയിരുത്തി പഠിപ്പിക്കണമെന്ന ആശങ്കയിലായി സ്കൂൾ അധികൃതർ. ഇതോടെ മണിക്കൂറുകളോളം സ്കൂളിന് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് മഴ നനഞ്ഞു നിൽക്കേണ്ടി വന്നു. ഒടുവിൽ സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികളെ ഒന്നിച്ച് സ്കൂൾ ഹാളിൽ കയറ്റിയിരുത്തുകയായിരുന്നു. ഇന്നലെ വൈകിട്ട് നമ്മുടെ ആറന്മുള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഫിറ്റ്നസ് റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഇവിടെ വന്നു. പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന VHSE ലാബ് ഉൾപ്പെടെയുള്ളത് ഒരു സുപ്രഭാതത്തിൽ അത് പെട്ടെന്ന് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കാരണം സ്കൂൾ തുറന്ന് ഏകദേശം ഇപ്പോൾ പരീക്ഷയുടെ സമയമായ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉത്തരവ് വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ശരിയും പറഞ്ഞാൽ അത്രയും കുട്ടികളെ ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ഹോളിനുള്ളിൽ മുഴുവൻ ക്ലാസ്സിലെയും കുട്ടികളും കൂടെ ആ സ്കൂൾ ഉൾപ്പെടെയുള്ള മുഴുവൻ കുട്ടികളും കൂടെ അതിനകത്ത് കൊണ്ടിരുത്തി പഠിപ്പിക്കേണ്ട ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എൻ്റെ 19 വർഷം പഴക്കമുള്ള പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ്. അതോടൊപ്പം ഈ 10ാം ക്ലാസ്സിലും +2നും 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ 15 വർഷമായിട്ട് 100% വിജയം വരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്കൂളും കൂടിയാണ്. അതും പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ. തേവലക്കര അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്കൂൾ കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധന നടത്തിയത്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും ബലക്ഷയമുണ്ട്. ഇക്കാര്യങ്ങൾ വിലയിരുത്തി അധികൃതർ ഫിറ്റ്നസ് റദ്ദാക്കുമ്പോൾ പകരം സംവിധാനമൊരുക്കാത്തത് വലിയ പ്രതിഷേധത്തിന് ഇടവരുത്തി. പുതിയ സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പൂർത്തിയായിട്ടില്ല. പരീക്ഷ അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെ അധ്യയനം തുടരുമെന്ന ആശങ്കയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും. അമൃത ന്യൂസ്, പത്തനംതിട്ട. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അധിക താരിഫുകൾ ചുമത്തുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. എന്നാൽ US-ന്റെ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. വ്യാപാര പങ്കാളികളെ തിരഞ്ഞെടുക്കാൻ രാജ്യങ്ങളെ നിർബന്ധിക്കാനാകില്ലെന്ന് റഷ്യയും വ്യക്തമാക്കി. അമേരിക്ക വീണ്ടും നിലപാട് കടുപ്പിക്കുകയാണ്. ഉടൻ അധിക താരിഫുകൾ ചുമത്തുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ആഴ്ച 25% താരിഫ് ചുമത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പുതിയ ഭീഷണി. ഇന്ത്യ ഒരു നല്ല വ്യാപാര പങ്കാളിയല്ലെന്ന് ട്രംപ് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചു. ഇന്ത്യയുമായി ധാരാളം വ്യാപാരം നടത്തുന്നുണ്ടെങ്കിലും ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്നില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. നിലവിൽ ഇന്ത്യയ്ക്കുള്ള നികുതി 25%. പക്ഷേ റഷ്യൻ എണ്ണ വാങ്ങുന്നതുകൊണ്ട് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അത് ഗണ്യമായി ഉയർത്താൻ ആഗ്രഹിക്കുന്നു എന്നും ട്രംപ് വ്യക്തമാക്കി. അവർ യുദ്ധത്തിന് ഇന്ധനം നൽകുകയാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇന്ത്യയും റഷ്യയും ക്ഷയിച്ച സാമ്പത്തിക ശക്തികളാണെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. അതിനിടെയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെതിരെ അമേരിക്ക വീണ്ടും രംഗത്തെത്തിയത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുക മാത്രമല്ല, വാങ്ങിയ എണ്ണയുടെ ഭൂരിഭാഗവും വലിയ വിലയ്ക്ക് വിപണിയിൽ വിൽക്കുകയാണെന്നും ട്രംപ് ആരോപിച്ചു. റഷ്യൻ യുദ്ധം കാരണം യുക്രൈനിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. അതുകൊണ്ട് ഇന്ത്യയ്ക്കുള്ള ചുങ്കം ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. എന്നാൽ ഇതിനോട് ഇന്ത്യ രൂക്ഷമായി പ്രതികരിച്ചു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യയുമായി വ്യാപാര ബന്ധം തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരായ ഇരട്ടത്താപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നത് നീതികേടാണെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. റഷ്യയും ട്രംപിന്റെ ഭീഷണിക്കെതിരെ രംഗത്തെത്തി. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിക്കാൻ ഇന്ത്യ പോലുള്ള തങ്ങളുടെ സഖ്യകക്ഷികളെ ട്രംപ് നിയമവിരുദ്ധമായി സമ്മർദ്ദത്തിലാക്കുന്നു എന്നാണ് റഷ്യ ആരോപിക്കുന്നത്. സ്വന്തം വ്യാപാര പങ്കാളിയെ തിരഞ്ഞെടുക്കാനുള്ളത് ഇന്ത്യയുടെ അവകാശമാണെന്നും റഷ്യ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.
ടോപ് 10 സ്പെഷ്യൽ സ്റ്റോറിയിലേക്കാണ്. മാന്നാറിന്റെ തനതായ സംസ്കാരത്തെയും പൈതൃകത്തെയും സംരക്ഷിക്കുകയും ടൂറിസവുമായി ബന്ധിപ്പിച്ച് വികസിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വിഭാവനം ചെയ്ത മാന്നാർ പൈതൃക ഗ്രാമം പദ്ധതി പേപ്പറുകളിൽ മാത്രം അവസാനിച്ചതോടെ അന്യം നിന്നു പോകുന്നത് ലോകമറിയുന്ന വെങ്കലനാടിന്റെ പെരുമ കൂടിയാണ്. ഭരണകൂടങ്ങൾ തിരിഞ്ഞു നോക്കാതെ വന്നതോടെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ആലപ്പുഴ മാന്നാറിലെ ഓട്ടുപാത്ര നിർമ്മാണ മേഖല ഇന്ന് ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണ്. മാന്നാറിന്റെ വെങ്കലപ്പെരുമ ലോകപ്രശസ്തിയിലേക്ക് എത്തിക്കാൻ പ്രദേശത്തെ പരമ്പരാഗത ഓട്ടുപാത്ര നിർമ്മാണ മേഖലയിൽ പണിയെടുക്കുന്ന സമൂഹം വഹിച്ച പങ്ക് ചെറുതല്ല. ക്ഷേത്ര നിർമ്മാണം, വിഗ്രഹ നിർമ്മാണം, കരകൗശല വസ്തുക്കൾ, പള്ളിമണികൾ, ഉരുളികൾ, ഭീമൻ വാർപ്പുകൾ, അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കേന്ദ്രമായിരുന്ന മാന്നാറും ആയിരക്കണക്കിന് തൊഴിലാളികളും അവരെ ആശ്രയിച്ചിരുന്ന വ്യവസായ മേഖലയും ഒരു കാലത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുതൽക്കൂട്ടായിരുന്നു. എന്നാൽ അർഹിച്ച പരിഗണന ലഭിക്കാതെ വന്നതോടെ ഈ മേഖലയാകെ തകർന്നു. മാറി മാറി വന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന മൂലം ഈ മേഖല അന്യം നിന്നു പോകുന്ന അവസ്ഥയാണ്. ഗ്രാമത്തിൻ്റെ പദ്ധതിയിൽ ഇതിന് എന്തൊക്കെ ഒരുപാട് സ്കിൽ ഡെവലപ്മെൻറ്റും പിന്നെ അതുപോലെ മെഷീനറീസും ഒക്കെ ഉൾപ്പെടുത്തി നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. ഞങ്ങളെ വിളിച്ചെല്ലാം സംസാരിച്ചിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ആയില്ല. അതൊന്നും വന്നിരുന്നെങ്കിൽ ഈ മേഖല ഒന്നുകൂടെ ഒന്ന് ഇതായനെ. ഇതിപ്പോൾ ഓരോ പ്രാവശ്യം അതായത് ഓരോ വർഷങ്ങളും ചെല്ലുന്തോറും ഇത് ഈ എന്താ പറയുക, ഇതിന് ആൾക്കാരിങ്ങനെ ഇതിൽ നിന്ന് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയതായിട്ട് ആരും വരുന്നില്ല. പഴയ ആൾക്കാരെല്ലാം ഉള്ളവരൊക്കെ കുറേ ആൾക്കാർ ഇപ്പം മരിച്ചുപോയി. ഇനി കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൂ അറിയാവുന്നവർ. ഇതിൽ നിന്നൊന്നും അങ്ങോട്ട് വേറെ ആളുകളിലോട്ട്, പുതിയ ആൾക്കാരിലോട്ട് ഇതൊന്നും എത്തിപ്പെടുന്നില്ല. കാരണം ആൾക്കാർക്കൊന്നും ഇതിനകത്തോട്ട് വലിയ താല്പര്യം വരുന്നില്ല. കാരണം ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് ഇതിനകത്ത്. കാരണം ഇതിന് അതിൻ്റെ രീതിയിൽ ഈ പൈതൃക ഗ്രാമം വന്നിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയുക, ഒരുപാട് ചെറുപ്പക്കാർക്ക് ജോലി ഉണ്ടാകുകയും നമുക്ക് ഇവിടെ തന്നെ നമ്മൾ മാന്നാറിനൊന്നും കൂടി ഒരു പഴയ അതിനെ ഒന്നുകൂടെ പ്രൗഢിയായിട്ട് കൊണ്ടുപോകാനും പറ്റിയിരുന്നേനെ. നൂറുകണക്കിന് പരമ്പരാഗത ആലകളും പാരമ്പര്യ തൊഴിലാളികളെ ആശ്രയിച്ചുകൊണ്ട് നിരവധി ചെറുകിട നിർമ്മാണ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്ന മാന്നാറിൽ അവയെല്ലാം ഇന്ന് വിരലിലെണ്ണാവുന്നവ മാത്രമായി ചുരുങ്ങി. നിർമ്മാണ ചെലവേറിയതും കഠിനാധ്വാനം ആവശ്യമായ ഈ മേഖലയെ പുതുതലമുറ കൈവിട്ടതും മാന്നാറിലെ ഓട്ടുപാത്ര നിർമ്മാണ മേഖലയുടെ തകർച്ചയ്ക്ക് കാരണമായി. അസംസ്കൃത വസ്തുക്കളുടെ വിലവർധനവും അന്യസംസ്ഥാനത്തു നിന്നുള്ള ഓട്ടുപാത്രങ്ങളുടെ കടന്നുകയറ്റവും മേഖലയെ നിർജ്ജീവമാക്കി. ഒരു നാടിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഈ പരമ്പരാഗത നിർമ്മാണ രീതിയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് സർക്കാരുകളുടെ കൂടി ഉത്തരവാദിത്തമാണ്. എന്നാൽ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്ന് ഇവർ പിൻവലിയുന്നതോടെ നശിക്കുന്നതാകട്ടെ പൈതൃക സമ്പത്തെന്ന അഭിമാനത്തോടെ മലയാളികൾ പറഞ്ഞു പോന്നിരുന്ന പകരം വെക്കാനില്ലാത്ത ഇന്നലകളെയും. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. ഈ മേഖലയിലെ തൊഴിലാളികളുടെ കൂടുതൽ പ്രതികരണങ്ങൾ നോക്കാം. ഒരുപാട് കഷ്ടങ്ങളാണ്. അത് ഉദ്യോഗസ്ഥന്മാർ വന്നാലും പിന്നെ അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേച്ചൊക്കെ അവരങ്ങ് പോകുന്നു. പക്ഷേ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നില്ല. ഇത് എന്തുമാത്രം പുരോഗമനിക്കേണ്ട. ഈ മാന്നാറിനെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പിന്നെ കരകൗശല തൊഴിൽ നടക്കുന്നത് മാന്നാറാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികൾ ഞങ്ങളെ പോലുള്ള സാധാരണ കുട്ടികളാരും അടുക്കുന്നില്ല വർക്കിലേക്ക്. കാരണം സാമ്പത്തികരാജ എല്ലാവരും വേറെ മേഖലയെ തേടി പോകുന്നു. വർക്കിൽ ഇപ്പോൾ നിൽക്കാൻ കുട്ടികൾക്ക് ഇഷ്ടമല്ല. സാമ്പത്തികമാണ് ഏറ്റവും വലിയ വിഷയം. സാമ്പത്തികമായിട്ട് ഉന്നതി ഇല്ലെത്തത്തില്ല. കാരണം നിസ്സാരമായിട്ട് കിട്ടുക. പിന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വർക്കില്ല, ചെളി എടുക്കാൻ ബുദ്ധിമുട്ട്, വാക്സ് കിട്ടുന്നില്ല, പിന്നെ കരി, ഇതൊക്കെ ഞങ്ങൾക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവം. കരി കിട്ടാത്തത്, ലൈസൻസ് കിട്ടണം ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ മെഴുകെടുക്കാനും പിന്നെ കരിയെ പിന്നെ ഇങ്ങനെയുള്ള അസംസ്കൃത വസ്തുക്കളുണ്ട്. ഇതെല്ലാം ഞങ്ങൾ കാശ് കൊടുത്താണ് വാങ്ങുന്നത്. ഇതൊക്കെ ഭയങ്കര വിലയായി തുടങ്ങി. അത് ഞങ്ങൾക്ക് തൊഴിലാളികൾക്ക് കിട്ടിയ വലിയ ഉപകാരമാണ്. സർക്കാർ ഇവിടെ വരിക, എന്തെങ്കിലും ഒരു സമയമാകുമ്പോൾ ഓടി വരും, അത് ചെയ്തു തരാം, ഇത് ചെയ്യാം. പിന്നീട് ഇവർ ആരും കാണുന്നുമില്ല, പിടിക്കുന്നില്ല, ഒന്നുമില്ല. ഒരുപാട് തൊഴിലാളികൾ വേറെ തൊഴിൽ മാർഗം സ്വീകരിച്ച് പോയി. അങ്ങനെ ആയപ്പോഴത്തേക്കും ഒരുപാട് കുടുംബങ്ങൾ ഇവിടുന്ന് വിറ്റൊഴിഞ്ഞ് വേറെ സ്ഥലത്തേക്ക്, വിദൂര ദേശത്തേക്ക് പോയിരിക്കുകയാണ്. കാരണം നമ്മുടെ ഈ പൈതൃകം മാന്നാറിൻ്റെ ശരിക്കുള്ള പൈതൃകം എന്ന് പറയുന്നത് വെങ്കല പാത്ര നിർമ്മാണം തന്നെയാണ്. ഇതിനെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇനിയിപ്പോൾ തൊഴിലാളിയെ സംഘടിപ്പിക്കാൻ തൊഴിലാളികളില്ല. കുറച്ച് അപൂർവ നാമമാത്രമായ തൊഴിലാളികൾ മാത്രമേ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളൂ. റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ അജയ് നൽകും. അജയ്, ഈ മേഖല നശിക്കുന്നതോടെ നമ്മുടെ സംസ്കാരം കൂടിയാണ് നശിക്കുന്നത്. അതിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് സർക്കാരിന്റെ ആവശ്യവുമാണല്ലോ അജയ്. കെ രാമേന്ദ്രൻ നായർ MLA ആയിരുന്ന ഘട്ടത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതിനുശേഷം മന്ത്രി സജി ചെറിയാൻ
35 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിച്ച് പിൽഗ്രിം ടൂറിസം ഉൾപ്പെടെ ടൂറിസം മേഖലയ്ക്കാകെ തന്നെ ഗുണകരമാകുന്ന തരത്തിലേക്ക് ഈ പദ്ധതി അത്തരത്തിലേക്ക് വിഭാവനം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ അത് കേവലമായി ഈ പേപ്പറുകളിൽ മാത്രമായി ഒതുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് വസ്തുത. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു നടപടിയും ഉണ്ടാകുവാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു നടപടി എടുക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞിട്ടില്ല. ഈ പൈതൃക ഗ്രാമ പദ്ധതി പ്രാവർത്തികമാകുമായിരുന്നെങ്കിൽ നമ്മൾ ഈ ആളുകളുടെ പ്രതികരണങ്ങളെല്ലാം കണ്ട പോലെ തന്നെ ഇവരുടെ ആ ഒരു മേഖലയെ, ഈ പരമ്പരാഗത നിർമ്മാണ മേഖലയെ കൂടുതൽ കൈപിടിച്ചുയർത്താൻ പറ്റുന്ന തരത്തിലേക്ക് ഈ പദ്ധതി മാറുമായിരുന്നു. പക്ഷേ അത് ക്രിയാത്മകമായി ഫലപ്രദമാക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ മേഖലയെ സംബന്ധിച്ചാണ്. പരമ്പരാഗതമായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ച് വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ ജോലിയിൽ മാത്രം ഒഴുകി നിൽക്കുന്ന ആളുകൾ ആ മേഖലയാകെ തന്നെ അന്യം നിന്ന് പോകുന്ന തരത്തിലേക്ക് ഇപ്പോൾ മാറുന്നു എന്നുള്ളതാണ്. പുതുതലമുറ മറ്റ് ജോലികൾ തേടി പോകുന്നു. ഈ നമ്മുടെ ചരിത്രത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ എല്ലാം കൂടി ഭാഗമായിട്ടുള്ള ഈ മാന്നാർ പ്രദേശത്തെ ഈ പരമ്പരാഗത തൊഴിലാളികൾ, ഈ നിർമ്മാണ രംഗത്തെ തൊഴിലാളികളെല്ലാം തന്നെ മറ്റു തൊഴിൽ തേടി പോകുമ്പോൾ നമ്മുടെ സംസ്കാരത്തിന് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു അവശേഷിപ്പ് ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അടിയന്തരമായി സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ ഒരു മേഖലയെ, ഈ ഓട്ടുപാത്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, പരമ്പരാഗത നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആ തൊഴിലാളി സമൂഹത്തെ സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് നമ്മുടെ സംസ്കാരത്തെ കൂടി ചേർത്ത് വെക്കപ്പെടുന്ന ഒരു ഇടപെടലാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് സർക്കാർ ഇടപെടണം എന്നാണ് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എറണാകുളം കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടമായി. ചെയർപേഴ്സണെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് LDF-ന് ഭരണം നഷ്ടമായത്. CPIM വിമത കലാരാജു പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. കലാരാജുവിന് പുറമെ സ്വതന്ത്രനായി മത്സരിച്ച PG സുനിൽകുമാറും പ്രമേയത്തെ അനുകൂലിച്ചു. നഗരസഭാധ്യക്ഷ വിജയ ശിവൻ, ഉപാധ്യക്ഷൻ സണ്ണി കുര്യാക്കോസ് എന്നിവർക്കെതിരെയായിരുന്നു UDF-ന്റെ അവിശ്വാസ പ്രമേയം. രാവിലെ 11-ന് ആരംഭിച്ച അവിശ്വാസ പ്രമേയ ചർച്ചയിൽ ആദ്യം അധ്യക്ഷ വിജയശിവനെതിരായ പ്രമേയമായിരുന്നു ചർച്ച ചെയ്തത്. 25-അംഗ നഗരസഭയിൽ 13 പേരാണ് പ്രമേയത്തെ അനുകൂലിച്ചത്. 12 പേർ പ്രമേയത്തെ എതിർത്തു. CPIM വിമത കമല രാജുവും സ്വതന്ത്രനായ സുനിൽകുമാറും പ്രമേയത്തെ അനുകൂലിച്ചു. തനിക്ക് വിപ്പ് നൽകിയിട്ടില്ലായിരുന്നുവെന്നും നടപടികളുണ്ടായാൽ നിയമപരമായി നേരിടുമെന്നും കലാരാജു പ്രതികരിച്ചു. ചോദിച്ചു മേടിച്ച പരാജയമാണ്. ഇത് ശരിക്കും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്ത അവരാണ്. നമ്മളത് അതിനെന്താണോ നിയമ നടപടികൾ അത് നേരിടാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് വിപ്പ് തന്നിട്ടില്ല. അതേസമയം ജനങ്ങളോടുള്ള വഞ്ചനയാണ് അവിശ്വാസ പ്രമേയമെന്ന് LDF ആരോപിച്ചു. LDF അംഗങ്ങൾ നഗരസഭയ്ക്കുള്ളിൽ പ്രതിഷേധവും നടത്തി. ജനുവരിയിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ CPM കൗൺസിലർ കലാരാജുവിനെ CPIM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോവുകയും വസ്ത്രം പിടിച്ചുവലിക്കുകയും ചെയ്തത് വലിയ ചർച്ചയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ചങ്ങനാശ്ശേരി നഗരസഭയിലെ 2 കോൺഗ്രസ് കൗൺസിലർമാരെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കി. ബാബു തോമസ്, രാജു ചാക്കോ എന്നിവർക്കെതിരെയാണ് നടപടി. UDF പാർലമെന്ററി പാർട്ടി നേതാവ് ജോമി ജോസഫ് നൽകിയ കൂറുമാറ്റ കേസിലാണ് ഉത്തരവ്. ചെയർപേഴ്സണെതിരായി LDF കൊണ്ടുവന്ന അവിശ്വാസത്തെ ഇരുവരും പിന്തുണച്ചതിനെ തുടർന്ന് 2023-ൽ UDF-ന് ഭരണം നഷ്ടമായിരുന്നു. പുനഃസംഘടനാ ചർച്ചകൾക്കായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഡൽഹിയിലെത്തി. UDF എംപിമാരുമായി നാളെയും കൂടിക്കാഴ്ച നടത്തും. നാളെ തന്നെ അന്തിമ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറും. വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, PC വിഷ്ണുനാഥ് അടക്കമുള്ള നേതാക്കളും എംപിമാരുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കും. മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും. ജംബോ കമ്മിറ്റിക്ക് തന്നെയാണ് സാധ്യത. വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനാണ് നിലവിലെ ധാരണ. തൃശൂർ ഒഴികെ 9 ജില്ലകളിലെ DCCകളിലും മാറ്റം വരും. ട്രഷറർ സ്ഥാനത്ത് ജ്യോതികുമാർ ചാമക്കാല വന്നേക്കുമെന്നും സൂചനയുണ്ട്. KCL 2ാം സീസണിലുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നും പിച്ചുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും KCA അറിയിച്ചു. ആദ്യ സീസണെ അപേക്ഷിച്ച് 2ാം സീസണിൽ കൂടുതൽ റണ്ണൊഴുക്ക് പ്രതീക്ഷിക്കാമെന്നും പിച്ച് ക്യൂറേറ്റർ AM ബിജു വ്യക്തമാക്കി. തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഓഗസ്റ്റ് 21 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് 2ാം സീസണിലെ മത്സരങ്ങൾ നടക്കുക. പേസും ബൗൺസുമായുള്ള പിച്ചുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇതിനായി കർണാടകയിലെ മാണ്ടിയിൽ നിന്നെത്തിച്ച പ്രത്യേകതരം കളിമണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
സൂപ്പർ താരം ലയണൽ മെസ്സി കേരളത്തിലേക്കില്ലെന്ന് കായികമന്ത്രി തന്നെ ഉറപ്പിച്ചതോടെ വലിയ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയരുന്നത്. മെസ്സിയും കൂട്ടരും സംസ്ഥാനത്ത് എത്തുമെന്ന് കഴിഞ്ഞ ഒരു വർഷമായി ആവർത്തിച്ച് പറയുകയായിരുന്നു കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. അതേ മന്ത്രിയാണ് ഇപ്പോൾ അർജന്റീന ടീമിനെ കുറ്റപ്പെടുത്തുന്നത്. കോട്ടയം കുഞ്ഞച്ചൻ സിനിമയിൽ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന നാട്ടുകാരുടെ സംശയം ജഗതി ശ്രീകുമാർ അവതരിപ്പിക്കുന്ന രംഗമുണ്ട്. കാഞ്ഞിരപ്പള്ളി പാപ്പച്ചന്റെ ഉറ്റ സുഹൃത്തായ മോഹൻലാൽ വരുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ടാവും. പക്ഷേ മോഹൻലാൽ വരില്ലേ? ഈ രീതിയിലാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം സംസ്ഥാന കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കായിക പ്രേമികൾക്ക് പ്രതീക്ഷ നൽകിയത്. ഒടുവിൽ ഇന്നലെ ആ പ്രതീക്ഷ മന്ത്രി തന്നെ ഇല്ലാതാക്കി. കുറ്റം മുഴുവൻ ഒടുവിൽ അർജന്റീന ടീമിനും. പക്ഷേ പണം സ്വീകരിച്ചതിന് ശേഷം അവർ പറഞ്ഞത് ഞങ്ങൾക്ക് 26-ന് സ്വാഭാവികം നമുക്കത് കഴിയില്ല. 25 ഒക്ടോബർ അതിൽ മാത്രമേ ഞങ്ങൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. കേരളത്തിന് ഈ കാര്യത്തിൽ എന്തെങ്കിലും രീതിയിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അർജന്റീന ടീമിനായിരിക്കും. നിയമസഭയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ മന്ത്രിയുടെ നേതൃത്വത്തിൽ നേതാക്കൾ അഭിമാന നേട്ടമായി ഉയർത്തിക്കാട്ടിയതാണ് മെസ്സി കേരളത്തിലേക്ക് വരുമെന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെയുള്ളവരായിരുന്നു ആദ്യം സ്പോൺസർമാർ. പിന്നീട് സ്വകാര്യ മാധ്യമ ശൃംഖല സ്പോൺസർഷിപ്പിലേക്ക് വന്നു. അവർ മെല്ലെപ്പോക്ക് തുടർന്നതോടെ സർക്കാരിന്റെ വക നോട്ടീസ് അയച്ച് പേടിപ്പിക്കൽ. ഇതോടെ കമ്പനിക്കാർ അർജന്റീന ടീമിന് സ്പോൺസർഷിപ്പ് തുക കൈമാറി. സൗഹൃദ മത്സരങ്ങൾ ഖത്തറിലും ചൈനയിലുമാണെന്ന അർജന്റീന ടീം പറഞ്ഞിട്ടും ബന്ധപ്പെട്ടവർ നീലക്കുപ്പായക്കാരെത്തുമെന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ 2025 മെസ്സി ഇല്ലെന്ന ഉറപ്പായി. 26 വേണ്ടെന്ന സർക്കാരിന്റെ നിലപാടും. ഇനി പണം തിരിച്ചു കിട്ടാനുള്ള വഴികൾ തേടി നമുക്ക് പുതിയ ചർച്ചകൾ തുടരാം. അമൃത ന്യൂസ്, കോഴിക്കോട്. കോടതി പരിസരത്തെ മദ്യപാനത്തിൽ കൊടിസുനിക്കെതിരെ നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. TP ചന്ദ്രശേഖർ വധക്കേസിലെ പ്രതികളായ കൊടിസുനി, മുഹമ്മദ് ഷാഫി, ഷിനോജ് എന്നിവരാണ് കഴിഞ്ഞ മാസം 17-ന് പരസ്യമായി മദ്യപിച്ചത്. മാഹി ഇരട്ട കൊലപാതക കേസിൽ തലശ്ശേരി കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോഴായിരുന്നു കൊടിസുനിയുടെ മദ്യപാനം. കോടതിക്ക് തൊട്ടു പിന്നിലെ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുടെ സാന്നിധ്യത്തിലായിരുന്നു മദ്യപാനം. പ്രതികളുടെ സുഹൃത്തുക്കളാണ് മദ്യം എത്തിച്ചു നൽകിയത്. മദ്യപാന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ പോലീസുകാർക്കെതിരെ നടപടിയുണ്ടായെങ്കിലും പ്രതികൾക്കെതിരെ നടപടിയെടുത്തിരുന്നില്ല. സംഭവത്തിൽ പരാതിക്കാർ ഇല്ലാത്തതിനാൽ കേസെടുക്കേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു പോലീസ്. ജയിലിനുള്ളിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നിർദ്ദേശം മാത്രമാണ് നിലവിലെടുത്തത്. കൊടിസുനിയുടെ മദ്യപാനത്തിൽ കേസെടുക്കുന്നതിനായി പോലീസ് നിയമോപദേശം തേടിയിരുന്നു. പ്രതികൾക്ക് എസ്കോർട്ടിന് സീനിയർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും തീരുമാനമായിരുന്നു. എന്നാൽ സംഭവത്തിൽ നടപടിയെടുക്കുമെന്നാണ് DGP വ്യക്തമാക്കിയിരിക്കുന്നത്. വീഴ്ചകൾ ഉണ്ടായോ എന്ന് പരിശോധിച്ച് കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും DGP റവാഡ ചന്ദ്രശേഖർ കണ്ണൂരിൽ വ്യക്തമാക്കി. ഇതിൽ എവിടെ നമുക്ക് വീഴ്ചകൾ കാണുന്നുണ്ടോ അതിന് നമ്മളതിൽ പ്രോപ്പറായിട്ട് നടപടി സ്വീകരിക്കുന്നതാണ്. കോടതിയിലേക്കുള്ള യാത്രയിൽ TP വധക്കേസ് പ്രതികൾ മദ്യപിക്കുന്നത് പതിവ് സംഭവമാണെന്ന് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മദ്യപിക്കുന്നതിന് കൂട്ടുനിന്ന 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. സാധാരണ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ കൈവിലങ്ങ് വെക്കാറില്ലെങ്കിലും കൊടിസുനിക്കും സംഘത്തിനും കൈവിലങ്ങും നിർബന്ധമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും തട്ടിപ്പ് നടത്തിയതായി സമ്മതിച്ച് മുൻ ജീവനക്കാരികൾ. QR കോഡ് വഴി തട്ടിപ്പ് നടത്തിയ രീതി പ്രതികൾ ക്രൈംബ്രാഞ്ചിനോട് വിവരിച്ചു. തെളിവെടുപ്പ് നടത്തുന്നതിനിടയിലാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചത്. ദിയാകൃഷ്ണയുടെ ഫ്ളാറ്റിലും വെള്ളയമ്പലത്തെ സ്ഥാപനത്തിലും തെളിവെടുപ്പിനെത്തിച്ചപ്പോഴാണ് പ്രതികളായ മുൻ ജീവനക്കാർ QR കോഡ് വഴി പണം തട്ടിയതായി സമ്മതിച്ചത്. QR കോഡ് ഉപയോഗിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ദിവസം 2 ലക്ഷം രൂപയുടെ പണം എത്തിയതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ദിവസവും വാങ്ങുന്ന പണം പങ്കിട്ടെടുക്കുകയാണ് ചെയ്തിരുന്നതെന്നും പ്രതികൾ സമ്മതിച്ചു. തട്ടിപ്പ് പണം ഉപയോഗിച്ച് യുവതികൾ സ്വർണം, സ്കൂട്ടർ എന്നിവ വാങ്ങിയിട്ടുണ്ട്. സ്കൂട്ടർ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തു. സ്വകാര്യ ധനമിടപാട് സ്ഥാപനങ്ങളിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം കണ്ടുകെട്ടാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട്. ദിയാകൃഷ്ണയുടെ നിർദ്ദേശം
നിർദ്ദേശത്തിനെ തുടർന്നാണ് QR കോഡ് മാറ്റി കടയിൽ തങ്ങളുടെ QR കോഡ് വച്ചതെന്ന് യുവതികൾ നേരത്തെ ആരോപിച്ചിരുന്നു. നികുതി വെട്ടിപ്പിന് വേണ്ടിയാണ് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വന്നതെന്നും പിന്നീട് ATM-ൽ നിന്ന് ദിയയ്ക്ക് പണമെടുത്ത് നൽകിയെന്നുമായിരുന്നു ഇവരുടെ ആരോപണം. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ ഈ ആരോപണങ്ങൾ കള്ളമാണെന്ന് പ്രതികൾ സമ്മതിക്കുകയായിരുന്നു. നിലവിൽ വിനീത, രാധാകുമാരി എന്നീ 2 പ്രതികളാണ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ളത്. 3-ാം പ്രതിയായ ദിവ്യ ഇപ്പോഴും ഒളിവിലാണ്. ദിവ്യയ്ക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ സാന്ദ്ര തോമസ് കോടതിയിൽ ഹർജി നൽകി. ബൈലോ പ്രകാരം മത്സരിക്കാൻ യോഗ്യതയുണ്ടെന്ന് സാന്ദ്ര തോമസ് പറയുന്നു. എറണാകുളം സബ് കോടതിയിലാണ് ഹർജി നൽകിയത്. നിർമ്മാതാവ് എന്ന നിലയിൽ സ്വതന്ത്രമായി 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് വേണമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഭരണാധികാരി സാന്ദ്ര തോമസിന്റെ പത്രിക തള്ളിയത്. 9 സിനിമകൾ നിർമ്മിച്ചയാളാണ് താനെന്നും ഫ്രൈഡേ ഫിലിംസുമായി സഹകരിച്ച് 7 സിനിമകളും സ്വന്തം ബാനറിൽ 2 സിനിമകളും നിർമ്മിച്ചിട്ടുണ്ടെന്നുമാണ് സാന്ദ്ര തോമസ് വ്യക്തമാക്കുന്നത്. അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സ്വതന്ത്രമായി 3 സിനിമകളെങ്കിലും നിർമ്മിച്ചിരിക്കണം. ബൈലോ പ്രകാരം തനിക്ക് യോഗ്യതയുണ്ടെന്നും സാന്ദ്ര തോമസ് പറയുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്, ട്രഷറർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എന്നീ സ്ഥാനങ്ങളിലേക്കാണ് സാന്ദ്ര തോമസ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത്. എന്നാൽ 3 അതിലധികമോ സിനിമകൾ സ്വതന്ത്രമായി നിർമ്മിച്ച ഏതൊരാൾക്കും പത്രിക സമർപ്പിക്കാമെന്നിരിക്കെ സാന്ദ്ര തോമസ് 2 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് മാത്രമാണ് സമർപ്പിച്ചതെന്ന് കാണിച്ചാണ് പത്രിക തള്ളിയത്. 3-ാമതായി ചേർത്ത സർട്ടിഫിക്കറ്റ് ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ ഉള്ളതാണെന്നും അത് യോഗ്യതയായി പരിഗണിക്കാനാവില്ലെന്നുമായിരുന്നു റിട്ടേണിംഗ് ഓഫീസറുടെ നിലപാട്. പത്രിക തള്ളിയതിനെതിരെ എതിർപ്പ് ഉന്നയിച്ചതോടെ സാന്ദ്രയ്ക്ക് കോടതിയെ സമീപിക്കാമെന്ന് വരണാധികാരി വ്യക്തമാക്കിയിരുന്നു. വരണാധികാരിയുടെ നടപടിക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് സാന്ദ്ര തോമസ് അറിയിച്ചിരുന്നു. തുടർന്നാണ് എറണാകുളം സബ് കോടതിയിൽ ഹർജി നൽകിയത്. ഈ മാസം 14-നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. വിവാദ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെ വിമർശിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഭാഷാപരമായ ഉള്ളടക്കത്തോടെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ സംസാരിച്ചത്. ഇത് ജനാധിപത്യത്തോടുള്ള നീതികേടാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കേരള സമൂഹത്തിൽ ജാതി വ്യവസ്ഥയുടെ ജീർണത കുറഞ്ഞു വന്നിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. കേരളീയ സമൂഹം ഫ്യൂഡൽ സംസ്കാരത്തിൻ്റെ ആശയ തലത്തിൽ നിന്നും നല്ലതുപോലെ മുന്നേറിയിട്ടുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമാണ്. അതിൻ്റെ തന്നെ ഫലമായി ജാതി വ്യവസ്ഥയുടെ ജീർണത നല്ലതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണന്റെ പരാമർശത്തെ പിന്തുണച്ച് ഗാനരചയിതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. അടൂർ സിനിമ രംഗത്തെ വലിയ ആളാണ്. ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡൊക്കെ കിട്ടിയ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ആരായാലും പ്രസംഗം തടസ്സപ്പെടുത്തുന്നത് മര്യാദകേടാണ്. അവർ കാണിച്ചത് ആളാകാനുള്ള വേലയാണ്. സർക്കാരിന്റെ പുതിയ സിനിമാ നയത്തിൽ വലിയ സ്വപ്നം കാണേണ്ട എന്നും ശ്രീകുമാരൻ തമ്പി കൂട്ടിച്ചേർത്തു. 1.5 കോടി രൂപ ഗവൺമെൻറ്റിന് പണം കൊടുക്കുന്നു. അത് നമ്മുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ്. 1.5 കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിന് അർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റാണ്. വെറുതെ 1.5 കോടി അങ്ങ് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. പോയാൽ എന്താ തെറ്റ്? ഒരു മാസത്തെയോ അല്ലെ 2 മാസത്തെയോ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പടമെടുക്കാൻ അവരെ നിയോഗിക്കണം എന്ന് പറയുന്നതിൽ എന്താ തെറ്റുള്ളത്?